ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും നന്നായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓണമൊക്കെ? ഞങ്ങൾക്ക് ഈ വട്ടത്തെ ഓണം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ. എനിക്കറിയാം ഓണം കഴിഞ്ഞു, എങ്കിലും ഒരു വട്ടം കൂടി എൻ്റെയും ആദിക്കുട്ടിൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ ഓണത്തിനായി നടത്തിയ അവസാനഘട്ട ഒരുക്കങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാം ഓണം കഴിഞ്ഞു, എങ്കിലും നമ്മുടെ ഓരോ സന്തോഷങ്ങളും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറെ വൈകിയാണെങ്കിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ? ഇന്നോടെ ചേച്ചിക്ക് ജോലിക്ക് പോകണമായിരുന്നേ. അതുകൊണ്ട് തന്നെ മാനുക്കുട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവനാണെങ്കിലോ ചെറിയച്ഛ അച്ഛച്ചെ കണ്ടാൽ പിന്നെ ആരെയും വേണ്ട കേട്ടോ. അവരുടെ കൂടെ അടുത്തുനിന്ന് മാറുക പോലും ചെയ്യത്തില്ല. അമ്മ ഇന്നാണ് വന്നത് കേട്ടോ. കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെ സന്തോഷം ആദിക്കുട്ടനും മാനുവിനും എല്ലാം പ്രകടനമായിരുന്നു കേട്ടോ. ഓണം എന്നാൽ ഒരു ദിവസത്തെ ആഘോഷമല്ലല്ലോ, നമുക്ക് 10 ദിവസം നീണ്ട ആഘോഷമാണ്. അതിനു മുന്നേ തന്നെ വീടും പരിസരവും ക്ലീനാക്കി ഇടുക എന്നുള്ളത് നമ്മുടെ മലയാളികൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന രീതിയാണല്ലോ അല്ലേ. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഞങ്ങൾക്കത് പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം അമ്മയില്ല. അതുകൂടാതെ തന്നെ മാനു ആദിക്കുട്ടൻ 2 പേരെ നോക്കണം. ഇതൊന്നും പോരാഞ്ഞ് മഴയും. 1-ാം തീയതി തൊട്ട് അത്തം മുതൽ നമുക്ക് മഴയായിരുന്നു. ഇതെല്ലാം കാരണം എനിക്ക് ശരിക്കും വീടും പരിസരമൊന്നും ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വന്ന് അന്ന് മുതൽ തന്നെ. അതുകൊണ്ട് അമ്മ ഞങ്ങൾ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാൻ ഇറങ്ങിയായിരുന്നു. തന്നെയല്ല കേട്ടോ, കൂട്ടിന് ആദിക്കുട്ടനും ഉണ്ട്. പാമ്പാടി പോകുന്നില്ല, അമ്മ പൊക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ. എന്തിനാ പോന്നേ? പാമ്പാടിയിൽ ആരുണ്ടോ ഇന്ന്? നിന്റെ ഏട്ടായി ഒന്നും ഇല്ല അവിടെ. വേറെ ആരുണ്ട് നിന്റെ പാമ്പാടിയില്? ആരുള്ള അവിടെ? ചേച്ചി ഉണ്ടോ? ഏത് ചേച്ചി? ചിപ്പിയോ? ചിപ്പി ഉണ്ടോ? നീ എന്തിനാ പോന്നേ? നിന്റെ വീടുതല്ലേ? നിന്റെ വീടുതല്ലേ ഇതോ? അഴുക്ക് വീട്. പിന്നെ ഇതാണ് അക്കു വീട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാ പരിപാടികളും ഞങ്ങൾ എല്ലാവരുടെ കൂടി ചേർന്ന് തീർത്തു കേട്ടോ. ഇനി വേണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോവാൻ. കുറേ നാളായി പോയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനും ചേട്ടായും കുഞ്ഞൂടെ പോകാൻ വേണ്ടി ഇറങ്ങുവാണേ. ഏത് ചെരുപ്പ് ഇട്ടെ? ഏത് ചെരുപ്പ് ഇട്ടെ? അടുക്ക ചെരുപ്പ് ഇട്ടിരിക്കുന്നത്. ഇതേ നല്ല ചെരുപ്പ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീടിന് മുന്നിൽ തന്നെ പേരപ്പച്ചനും പൊന്നൂസും നിൽപ്പുണ്ടായിരുന്നേ. റബ്ബർ ഷീറ്റ് അടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുക 2 പേരൂടെ. തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ചിഞ്ചു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പേരപ്പച്ചൻ്റെ മോളും പൊന്നൂസിൻ്റെ അമ്മയാണ് ചിഞ്ചു ചേച്ചി കേട്ടോ. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഈ വീടും പരിസരവും എന്താ ഇങ്ങനെയെന്നുള്ളതല്ലേ. വീടും പരിസരം വൃത്തിയായി കിടക്കണമെങ്കിൽ വീട്ടിലാൾ വേണമല്ലോ. വീട്ടിലിപ്പോൾ ആരും തന്നെ ഇല്ല കേട്ടോ. എനിക്കിനി ഇവിടെ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ മാത്രമാണുള്ളത്. അവൻ എറണാകുളത്ത് ഇപ്പോൾ സെറ്റിലായിട്ടുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ വരും. ഞാനും ഇടയ്ക്കൊന്ന് വന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടും. ഇതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരിക എന്നുള്ളത് ഞങ്ങൾ 2 പേരെ സംബന്ധിച്ച് വലിയൊരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. 2 മാസം അടുത്തായി ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് തന്നെ. വീട്ടിലും പല പല തിരക്കുകൾ കാരണം ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയായിരുന്നു. കൂടാതെ പൂപ്പലൊക്കെ ആയി തുടങ്ങിയായിരുന്നു എല്ലായിടത്തും. ഞങ്ങൾ 2 പേരും വന്നതുകൊണ്ട് തന്നെ ഏകദേശം ഞങ്ങൾ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. ഇതെല്ലാം അമ്മയുടെ സാരികളായിരുന്നു. ഒന്നിനും ഒരു കോട്ടവോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. എല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചിലതിലൊക്കെ ഉറുമ്പൊക്കെ കയറിയിരിക്കാൻ തുടങ്ങിയതുകൊണ്ട് അതെല്ലാം കൊട്ടിയെടുത്ത് ചില സാരികൾ മാത്രം ഞാൻ എടുക്കുമായിരുന്നു.
എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ഞങ്ങൾ നേരെ താഴെ പേരപ്പൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അവിടെ ചിപ്പി ഇവനായിട്ട് കൊണ്ടുവന്ന കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. അത് ഓരോന്നായിട്ട് നമ്മുടെ പൊന്നൂസ് എടുത്തെടുത്ത് ഇവന് കൊടുക്കുവാണേ. ഇവിടെ വരുന്നത് തന്നെ പൊന്നൂസിനെ കാണാനും അവൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനാണ് ആദ്യക്കൂട്ടം മെയിനായിട്ട് ഇവിടെ വരുന്നത് തന്നെ കേട്ടോ. ചേച്ചി ഇട്ടിരിക്കുന്ന ചുരിദാർ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? ഞാൻ തയ്ച്ചാണ് കേട്ടോ, ഒരു സാരിയിൽ ഞാൻ തയ്ച്ചാണ്. ചേച്ചി എനിക്കൊരു സാരി കൊണ്ടുതന്നു, അതിലൊരു ചുരിദാർ തയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ്. ഒരു അംബർല കട്ടിങ്ങാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയണേ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പോഴത്തെ കാവൽക്കാരനെ ഞങ്ങൾ കണ്ടത് കേട്ടോ. അവൻ ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലെങ്കിൽ കൂടി അവൻ ഇവിടം വിട്ട് പോയിട്ടേ ഇല്ല. ഇവിടുന്ന് എങ്ങും മാറി നിൽക്കാതെ ഇവിടെ തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ. അച്ഛനും അമ്മയും ഇല്ല എന്നത് നമ്മുടെ എല്ലാവരും ലൈഫിൽ നികത്താൻ പറ്റാത്ത വലിയൊരു വിടവ് തന്നെയാണല്ലേ. എങ്കിൽ കൂടി ഞങ്ങൾക്ക് 2 പേർക്കും ആ വിഷമങ്ങൾ അറിയിക്കാതെ നോക്കാൻ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാർ തന്നെയാണ്. നല്ല രീതിയിൽ അവർ 2 കൂട്ടരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എന്നേക്കാൾ അത് എൻ്റെ അനിയനെ കൂടുതൽ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും തമാശയ്ക്കാണെങ്കിൽ കൂടി അവൻ എന്നോട് പറയാറുണ്ട്, എനിക്ക് റൂമിൽ വന്ന ഫോൺ താഴെ വയ്ക്കാൻ നേരമില്ല എന്ന്. എല്ലാവരും വിളിയോട് വിളിയാണെന്ന്. ചില സമയങ്ങളിൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ കുശുമ്പൊക്കെ ഉണ്ടാകും. എങ്കിൽ കൂടി എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിലും അവൻ ഒറ്റയ്ക്കല്ല, അവൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു തോന്നൽ അവനെ തോന്നിക്കാൻ ഇടവരാത്ത രീതിയിൽ തന്നെ എല്ലാവരും അവനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഒരു കുളിയൊക്കെ പാസ്സാക്കി കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇനി നേരെ സ്റ്റിച്ചിങ്ങിലേക്ക്. ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്ക് പെൻഡിങ് ആയിരുന്നു, അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി ഇത് എപ്പോൾ അവസാനിക്കുമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.